മലയാളികളുടെ തനത് വർഷമാണ് കൊല്ലവർഷം. കൊല്ലവർഷം എന്ന പേര് പരിഷ്കരിച്ച് ചിലർ അതിനെ മലയാള വർഷം എന്നൊക്കെ പറയാറുണ്ട്. ചില പബ്ലിക് ഓഫീസിൻ്റെ മുമ്പിലൊക്കെ ME എന്ന് എഴുതി കണ്ടിട്ടുമുണ്ട്. പക്ഷെ പഴയ കാലം തൊട്ട് മലയാളികൾ ഈ കാലഗണനയെ കൊല്ലവർഷം എന്നാണ് പറഞ്ഞിരുന്നത്. കൊല്ലവർഷം എന്ന് പറയാൻ കാരണം ഈ കാലഗണന ആരംഭിച്ചത് കൊല്ലം എന്ന നഗരത്തിലാണ്. കൊല്ലം എന്ന് പറയുന്നത് പ്രാചീന വേണാടിൻ്റെ തലസ്ഥാനമായിരുന്നു. അവിടെ ഒരു തുറമുഖമുണ്ടായിരുന്നു. ആ തുറമുഖം വഴി ധാരാളം വ്യാപാരം നടന്നിരുന്നു. കൊല്ലം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കൊള്ളുക, അതായത് ചുങ്കം കൊള്ളുക അല്ലെങ്കിൽ ചുങ്കം കൊള്ളുന്ന സ്ഥലമാണ് കൊല്ലം. സമാനമായ വാക്കുകൾ, സ്ഥലനാമങ്ങൾ ഒക്കെ വേറെയുമുണ്ട്. കൊളംബം, കൊല്ലാപുരി, കൊൽഹാപൂർ, അതെല്ലാം തന്നെ തുറമുഖ നഗരങ്ങളായിരുന്നു. അപ്പോൾ ഈ തുറമുഖ നഗരത്തിലെ വ്യാപാരം വളരെ സജീവമായി നടന്നിരുന്ന നാളുകളിൽ പണം കടം കൊടുക്കുകയും കടം വാങ്ങുകയും ചെയ്യുന്ന ആളുകൾക്ക് പ്രമാണപത്രങ്ങൾ വേണം. ആ പത്രത്തിലൊരു കാലം എഴുതണം. അതുകൊണ്ട് അവർ ഭരണാധികാരിയോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു കാലം വേണം, ഒരു കാലഗണനാ രീതി വേണം. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത് മറ്റു ചില സമ്പ്രദായങ്ങളാണ്. വ്യാഴത്തിൻ്റെ ഗ്രഹനില പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത് കഴിഞ്ഞ് സപ്തർഷി വർഷം എന്ന് പറയുന്ന മറ്റൊരു കാലഗണന. അത് നക്ഷത്രങ്ങൾ, ഒരു നക്ഷത്രത്തിന് 100, അങ്ങനെ 27 നക്ഷത്രങ്ങൾക്ക് ഇത്ര എന്നൊക്കെ പറയുന്ന കാലഗണന. ശകവർഷവും അപൂർവമായിട്ടുണ്ട്. കലിവർഷം, അതാണ് ഇവിടെ നിലവിലുണ്ടായിരുന്ന മറ്റൊരു കാലഗണന. അപ്പോൾ കുറേ കൂടി ഒരു തദ്ദേശീയമായ കാലഗണന ആവശ്യമാണെന്ന് കണ്ടിട്ടാണ് കൊല്ലവർഷത്തെപ്പറ്റി വ്യാപാരികൾ ആലോചിച്ചതും അവരുടെ ആഗ്രഹം രാജാവിനെ അറിയിച്ചതും. അന്ന് രാജ്യം ഭരിച്ചിരുന്ന വേണാട് രാജാവ്, അദ്ദേഹത്തിൻ്റെ പേര് ഉദയവർമ്മ എന്ന് പറയുന്നു, നമുക്കുറപ്പില്ല. ഏതായാലും ആ വേണാട് രാജാവ് ഈ കാലഗണന അംഗീകരിക്കുകയാണ്. ഇത് വാസ്തവത്തിൽ ഇന്ത്യയിൽ ഉടനീളം നടന്നിരുന്ന സപ്തർഷി വർഷത്തിൻ്റെ തുടർച്ചയാണ്. സപ്തർഷി വർഷം എന്ന് പറഞ്ഞാൽ കാശ്മീരിലൊക്കെ അത് പിന്നെയും വളരെ നൂറ്റാണ്ടുകൾ അത് നടപ്പിലുണ്ടായിരുന്നു. ആ സപ്തർഷി വർഷത്തിനെ അത് 100-ൽ അവസാനിക്കും, പിന്നെ വീണ്ടും 1-ൽ തുടങ്ങും. അതിന് പകരം ഈ സപ്തർഷി വർഷം 100-ൽ അവസാനിച്ചിട്ട് വീണ്ടും 1 വരുന്നതിന് മുമ്പ് 101 എന്ന് കണക്കാക്കാൻ തുടങ്ങി. ഒരു കാലത്ത് ഇത് കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി കേരളം ഭരിച്ചിരുന്ന മഹോദയപുരം രാജാക്കന്മാർക്ക് ഇത് അംഗീകരിക്കാൻ വൈമനസ്യം ഉണ്ടായിരുന്നു. കാരണം അവരുടെ സാമന്തനാണ് വേണാട്. ആ വേണാട് നടപ്പിലാക്കുന്ന ഒരു വർഷം തങ്ങൾ സ്വീകരിക്കുന്നത് ഒരു കുറവാണെന്ന് അവർ കരുതി. എന്നാൽ വേണാടുമായി ബന്ധമുണ്ടായിരുന്ന കോലത്തുനാട് കൊല്ലവർഷം സ്വീകരിച്ചപ്പോൾ മഹോദയപുരം ആസ്ഥാനമാക്കി ഭരിച്ചിരുന്നവർക്കും കൊല്ലവർഷത്തിലേക്ക് മാറാതെ നിവൃത്തിയില്ല എന്ന് വന്നു. കശ്മീരിൽ ഈ രാജതരംഗിണി എന്ന് പറയുന്ന പ്രശസ്തമായ ചരിത്ര ഗ്രന്ഥത്തിൽ ഈ കൊല്ലവർഷം മറ്റൊരു പേരിലാണെന്നേ ഉള്ളൂ, അതിലാണ് കാലഗണന. അതുപോലെ ഒരു കാലത്ത് വേണാടിൻ്റെ കീഴിലായിരുന്ന തിരുനെൽവേലി പ്രദേശങ്ങൾ, അവിടെയും പ്രത്യേകിച്ച് താമ്രവർണി നദിയുടെ തെക്കും പടിഞ്ഞാറുമുള്ള ഭാഗങ്ങളിൽ ഈ കൊല്ലവർഷം തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. കാരണം വേണാട് രാജാക്കന്മാരായിരുന്നു ആ പ്രദേശങ്ങളും പണ്ട് ഭരിച്ചിരുന്നത്. എന്നാൽ ഇന്നും അവിടെ തിരുനെൽവേലിയിലെ ജനങ്ങൾക്ക് കൊല്ലവർഷം സ്വീകാര്യമാണ്. പക്ഷെ അവർക്ക് കൊല്ലവർഷം എന്ന് പറയാൻ താല്പര്യമില്ല. പകരം അവർ പറയുന്നത് തിരുവള്ളുവർ ആണ്ടെന്നാണ്. വാസ്തവത്തിൽ തിരുവള്ളുവരുമായിട്ട് ഈ കാലഗണനയ്ക്ക് ഒരു ബന്ധവുമില്ല.
അത് അവരുടെ ഒരു ക്ഷന്തവ്യമായ പ്രാദേശിക അഭിമാനമായി നമുക്ക് കരുതുകയും മറക്കുകയും ചെയ്യാം. ഇന്ത്യൻ എഫിമറി എന്ന പ്രൗഢമായ ഗ്രന്ഥത്തിൽ സ്വാമിക്കണ്ണുപിള്ള എന്ന ഗണിതശാസ്ത്രജ്ഞൻ ശകവർഷം, കൊല്ലവർഷം, അതുപോലെ മറ്റ് വർഷങ്ങളെല്ലാം ഈ ക്രിസ്തുവർഷം ഇതെല്ലാം കൊടുത്തിട്ട് കൊല്ലവർഷത്തിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതിന് 365 ദിവസമല്ല, 365 ദിവസം. പക്ഷെ ആ 365 അവർ കോമ്പൻസേറ്റ് ചെയ്യും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ചില മാസങ്ങളിൽ ചില മാസങ്ങൾക്ക് 30, ഇനിയും ചില മാസങ്ങൾക്ക് 31. പക്ഷെ ഗണിതശാസ്ത്രജ്ഞന്മാർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് ചിലപ്പോൾ ചില മാസങ്ങൾ 32 വരെ നീളും. അങ്ങനെയാണ് ഈ 365 പറയാതെ തന്നെ അവർ നടപ്പിലാക്കിയത്. അതുപോലെ ചിങ്ങമാസം അതിൻ്റെ ആദ്യത്തെ മാസമാക്കി. അതിന് കാരണം ഓണം കേരളീയരുടെ പ്രിയപ്പെട്ട വസന്തോത്സവം ആയതുകൊണ്ട് തന്നെയാണ്. പിന്നെ കന്നിമാസം, തുലാമാസം, അങ്ങനെ ഓരോ കാലഗണനയും. പഴയ കാലത്ത് അതിനു മുമ്പ് നിലവിലുണ്ടായിരുന്ന കാലഗണനയിൽ മേട 1 നവവത്സര ദിവസം. ആ മേട 1 റീപ്ലേസ് ചെയ്തുകൊണ്ട് കൊല്ലവർഷം ഗണിച്ചപ്പോൾ ചിങ്ങം 1 മാറി. ഇത് 9-ാം നൂറ്റാണ്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. AD 9-ാം നൂറ്റാണ്ടിൽ. നാം ഇന്നും കൊല്ലവർഷത്തെ മറന്നിട്ടില്ല. കൊല്ലവർഷത്തിലായിരുന്നു പഴയ കാലത്ത് ജാതകമൊക്കെ ഗണിച്ചിരുന്നത്. ഇന്ന് ഇപ്പോൾ ജാതകം ഗണിക്കുന്നവരും കൊല്ലവർഷം അല്ല, അവർ താല്പര്യം കാണിക്കുന്നത് ക്രിസ്തുവർഷത്തിനാണ്. കൗതുകകരമായൊരു വസ്തുത, കേരളത്തിലെ പഴയ ക്രൈസ്തവർ കൊല്ലവർഷത്തിന് നൽകിയിരുന്ന പ്രാധാന്യമാണ്. അവർ വർഷം പറയുമ്പോൾ മിശിഹ, അതായത് ജീസസ് ക്രൈസ്റ്റ് പിറന്ന വർഷം പറയും. പക്ഷെ മാസം പറയുമ്പോൾ ചിങ്ങം അല്ലെങ്കിൽ കന്നി, തുലാം എന്നൊക്കെ പറയും. ഒരു അനുരഞ്ജനം, അതായത് ക്രിസ്തു വർഷത്തെയും അതുപോലെ കൊല്ലവർഷത്തിലെയും മാസങ്ങളെയും അനുരഞ്ജനപ്പെടുത്തും. അത് പഴയ സെമിത്തേരികളിലൊക്കെ പോയാൽ അവിടെ ഈ ശവസംസ്കാര സ്ഥാനങ്ങളിൽ കാണാൻ പറ്റുന്ന ഒരു കൗതുക കാഴ്ചയാണ്. ക്രിസ്തുവർഷവും കൊല്ലവർഷവും ഒരുമിച്ച് പറയുക. പഴയ കാലത്ത് ഈ മേടം അത് ഇടവം പകുതിയാകുമ്പോൾ കൃത്യമായി മഴ പെയ്തിരുന്നു. വിഷുവിൻ്റെ കാലത്ത് കൊന്ന പൂത്തിരുന്നു. അത്ര ശാസ്ത്രീയത ഈ കൊല്ലവർഷത്തിന് ഉണ്ട്. നമ്മുടെ ഒരു വിജ്ഞാനത്തിൻ്റെ ഒരു ഉദാഹരണമായി, അല്ലെങ്കിൽ വിജ്ഞാനത്തിൻ്റെ ഒരു പൈതൃകത്തിൻ്റെ ഒക്കെ ഒരു പ്രതീകമായി നമുക്ക് ഈ കൊല്ലവർഷത്തെ കാണാം, മറക്കാതെ ഇരിക്കാൻ ശ്രമിക്കാം.